നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിലും ഷിഗല്ല. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. ദേശീയപാതയോരത്ത് വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. ദുർഗന്ധത്താൽ വലഞ്ഞ പ്രദേശവാസികൾ. NCTV ഇമ്പാക്ട്. നന്ദിപുലം സെന്ററിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരം ഒടുവിൽ നീക്കം ചെയ്തു. കല്ലൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിലും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്കാണ് രോഗബാധ. 7ഉം 4ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗം ബാധിച്ചത്. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ആദ്യമായാണ് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. മധുര സ്വദേശിനിയായ മാതാവിനൊപ്പം തമിഴ്നാട്ടിലുണ്ടായിരുന്ന കുട്ടികൾ കഴിഞ്ഞ ജൂൺ 8-നാണ് മംഗലത്തെത്തിയത്. അതിനാൽ രോഗത്തിന്റെ ഉറവിടം എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഈ കുടുംബം വെള്ളം തിളപ്പിക്കാതെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പരിസരത്തെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചു. 4 ദിവസത്തിനകം ഇതിന്റെ പരിശോധനാ ഫലം ലഭ്യമാകും. രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കഠിനമായ വയറുവേദന, കടുത്ത പനി, 103-105 ഡിഗ്രി വരെ പനി, ഛർദി, രക്തം കലർന്ന വയറിളക്കം എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മരത്താക്കര മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ ദേശീയപാതയോരത്ത് വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. ദുർഗന്ധത്താൽ വലഞ്ഞ പ്രദേശവാസികൾ. മണലി പുഴയടക്കം ജലസ്രോതസ്സുകൾ മലിനമാകുന്നതായി പരാതി. നെന്മണിക്കര പഞ്ചായത്ത് 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന തലവണിക്കര, പുലക്കാട്ടുകര പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്ന തലോർ കായൽ തോടിന് പരിസരത്ത് താമസിക്കുന്നവർ കടുത്ത ദുർഗന്ധം സഹിച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ദുർഗന്ധം മൂലം ഇതുവഴി മൂക്ക് പൊത്താതെ നടക്കാനാവാത്ത സ്ഥിതിയാണ്. ദേശീയപാതയിൽ തള്ളുന്ന സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഈ തോടിലൂടെയാണ് ഒഴുകിയെത്തുന്നത്. രാത്രി ടാങ്കർ ലോറിയിൽ എത്തിച്ചാണ് മാലിന്യം തള്ളുന്നത്. പലയിടങ്ങളിലും രാത്രി ടാങ്കർ ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനമാണ് എന്ന് കരുതി ശ്രദ്ധിക്കാറില്ല. ഞാനിവിടെ ഒരു 5-8 വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വണ്ടി ഇടുന്നതാണ്. ഇവിടെ ഈ സമയമാകുമ്പോൾ ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ ഒലിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഈ പരിസരത്തോടെ പോകാൻ പറ്റിയ ആൾക്കാർക്ക് നമ്മളിവിടെ വണ്ടി ഇട്ട് കിടക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെങ്ങനെ ഇവിടെ കിടക്കുന്നത് വിചാരിക്കും. അത്രയ്ക്കും ദുർഗന്ധമാണ്. നമ്മൾ എന്നിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പുറത്തെ സൈഡിലിടുക. ആൾക്കാർക്കൊക്കെ നടന്നു പോകുന്നവർക്ക് ഓരോ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഈ രാത്രി കാലങ്ങളിലുള്ള ഈ വേസ്റ്റ് തള്ളണതിൻ്റെ ഒന്നാമത്തെ ഇതൊക്കെ കുടിവെള്ളങ്ങളിൽ ഇവിടെ ഓരോരുത്തർക്ക് അസുഖങ്ങൾ. ഇതിപ്പോൾ ആരും ഇതിന് എല്ലാ കൊല്ലം ഇതേപോലെ പോകണം. ആർക്കും ഒരു ഒബ്ജക്ഷൻ ഇല്ല. പിന്നെ ആരും പ്രതികരിക്കുന്നില്ല. അതാണ് സത്യം. തലൂർ ബൈപ്പാസിന് സമീപം BRD പരിസരത്താണ് സ്ഥിരമായി മാലിന്യങ്ങൾ തള്ളുന്നത്. ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും നാട്ടുകാരെ ആശങ്കയിലാക്കി. തോടിനോട് ചേർന്നുള്ള പ്രദേശത്ത് ദിനംപ്രതി 100 കണക്കിന് വിശ്വാസികൾ എത്തുന്ന ജെറുസലം ധ്യാനകേന്ദ്രത്തിനും പരിസരത്തെ ജനവാസ മേഖലയ്ക്കും കടുത്ത ദുർഗന്ധം ദുരിതമായി മാറിക്കഴിഞ്ഞു. മഴയിൽ മാലിന്യമൊഴുകി റോഡിലും എത്തുന്നുണ്ട്. ഇത് വാഹനയാത്രക്കാർക്കും ദുരിതമായിരിക്കുകയാണ്. ഞങ്ങൾ ഈ തലോർ ബൈപ്പാസിൻ്റെ അടുത്തോട്ട് ഒഴുകുന്ന കനാലിൻ്റെ അടുത്ത് താമസിക്കുന്ന പ്രദേശവാസികളാണ്. ഞങ്ങൾക്ക് ഈ ശുചിമുറി മാലിന്യം തള്ളി അത് ഈ കനാലിലൂടെ ഒഴുകി വരുന്നതിനാൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത അത്രമാത്രം ദുർഗന്ധത്താൽ ഞങ്ങൾ വലയുക. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കളക്ടർക്ക് രാമചന്ദ്രൻ സാറിന് പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. യാതൊരു നടപടിയും ഉണ്ടായില്ല. വീണ്ടും ഇപ്രാവശ്യവും കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഭീകരമായ ദുർഗന്ധമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. ഈ മാലിന്യം തള്ളുന്ന സ്ഥലം BRD കാർ ഷോപ്പിൻ്റെ അടുത്ത്
തൊട്ടിപ്പുറത്തുള്ള വിജന പ്രദേശത്താണ്. ആ സെയിം സ്ഥലത്താണ് കഴിഞ്ഞ വർഷവും തള്ളിക്കൊണ്ടിരുന്നത്. ഈ വർഷവും അവിടെ തന്നെയാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്ന ഈ പ്രവണത തടയാൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരവാദികളെ കണ്ടെത്താൻ അധികൃതർക്കായിട്ടില്ല. രാത്രി ഈ മേഖലകളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയാൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ 2 വർഷം ഇപ്പോൾ എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ ഭയങ്കര ഇരിക്കാൻ പറ്റില്ല ഇവിടെ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആരും ഈ ഭാഗത്തേക്ക് ഒന്നിനും, എല്ലാവരും പറയും പുല്ല് ചെയ്യണ മണാണെന്ന്. പക്ഷെ പുല്ല് ചെയ്യണ മണാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ കെമിക്കലൊക്കെ കണ്ടറിയാം. വേസ്റ്റാണ് ശരിക്ക്. മാലിന്യം അങ്ങനെ ഇട്ടിട്ട് തന്നെ വരുന്ന മണം തന്നെയാണ്. നമുക്ക് കംപ്ലൈൻറ്റ് പറയാൻ ഒരു സ്ഥലമില്ലേ. കഴിഞ്ഞ വർഷം സിസ്റ്റർ എല്ലായിടത്തും പോയി കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തതാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഞങ്ങളുടെ ഭാഗത്തേക്ക്. ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല. ഇനി ഈ വെള്ളം കഴിയണത് വരെയും ഇങ്ങനെ തന്നെ മണം. തലോണിക്കര കിളവി ചാലിക്കോട് വരുന്നിട്ട് മാലിന്യം കലർന്ന്, അതായത് ഹൈവേയിൽ മേരിപ്പാലം എന്ന് പറയും, അവിടെ നിന്ന് കൊന്നിട്ട് ഈ മാലിന്യം തള്ളുന്നത്. അത് ഈ പാടത്തക്കോടിയും തോടിക്കോടിയും ഞങ്ങൾക്ക് വരുന്നത്. കുടിവെള്ളം വരെ മുട്ടുള്ള സാഹചര്യം ഇപ്പം നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ചെറിയ കൈത്തോട്ട് വരെ എത്തിയുണ്ട് ഈ സ്മെല്ല്. അത് പാടത്തുനിന്ന് കയറി വരുന്നതാണ് കൈത്തോട്ടിലേക്ക് വരുന്നത്. നേരത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ മണലിപ്പുഴ പഠനത്തിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ തലോർ കായൽ പ്രദേശത്ത് നിന്ന് അറക്കപ്പാടത്തിലൂടെ മലിനജലം കാച്ചക്കടവിൽ എത്തുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിന് സമീപത്താണ് എറവക്കാട് കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്നത്. മണലിപ്പുഴയും അതിനോട് ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതികളും പ്രദേശത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളും മലിനമാകുന്നതിന് ഇടയാക്കുന്ന ശുചിമുറി മാലിന്യങ്ങളും മറ്റും നിക്ഷേപിക്കുന്ന സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്താൻ ജനപ്രതിനിധികളും പോലീസും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എറവക്കാട് കുടിവെള്ള പദ്ധതിക്ക് സമീപം മണലിപ്പുഴയിലെ കാച്ചക്കടവിൽ ഇത്തവണയും ദുർഗന്ധത്തോടുകൂടിയ കറുത്ത മലിനജലം ഒഴുകിയെത്തുന്നത് പരിസരവാസികൾക്ക് ഭീഷണിയായി മാറുകയാണ്. ദേശീയപാതയിൽ തലൂർ കായലിലേക്ക് ശൗചാലയ മാലിന്യങ്ങളും ഒപ്പം തന്നെ ആശുപത്രി മാലിന്യങ്ങളും തള്ളുന്നതാണ് ഇത്തരത്തിൽ ജലം മലിനമാകാൻ കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ദേശീയപാതയിൽ സെപ്റ്റിക് മാലിന്യങ്ങളടക്കം തള്ളുന്നത് തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് പരിസരവാസികളും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. NCTV ഇമ്പാക്ട്. വരന്തരപ്പിള്ളിയിൽ പൊതുജനങ്ങൾക്ക് ദുരിതമായിരുന്ന മാലിന്യ കൂമ്പാരം ഒടുവിൽ നീക്കം ചെയ്തു. വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ നന്ദിപുരം സെന്ററിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമായിരുന്നു നാളുകളായി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടന്നിരുന്നത്. യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ദുർഗന്ധവും ദുരിതവും സമ്മാനിച്ച ഈ വിഷയത്തിൽ മുപ്ലിയം സ്വദേശിയും മനുഷ്യാവകാശ പൊതുപ്രവർത്തകനുമായ KG രവീന്ദ്രനാഥ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ജനങ്ങളുടെ ദുരിതം ചൂണ്ടിക്കാട്ടി NCTV വാർത്തയും സംപ്രേഷണം ചെയ്തു. ഇതിനു പിന്നാലെയാണ് പഞ്ചായത്ത് സെക്രട്ടറി അടിയന്തരമായി ഇടപെട്ടതും മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതും. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ പൊതുയിടങ്ങൾ ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളായി മാറാൻ അധികൃതർ ഒരിക്കലും അനുവദിക്കരുതെന്ന് KG രവീന്ദ്രനാഥ് പ്രതികരിച്ചു. കല്ലൂർ സുറിയാനി പള്ളിക്ക് സമീപം അപകടം. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശനിയാഴ്ച രാവിലെ 6ഓടെയായിരുന്നു അപകടം. കല്ലൂരിൽ കാറും സ്കൂട്ടറും അപകടത്തിൽപ്പെട്ട് 2 പേർക്ക് പരിക്ക്. കല്ലൂർ സുറിയാനി പള്ളിക്ക് സമീപം അപകടം. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കല്ലൂർ സ്വദേശികളായ പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശനിയാഴ്ച രാവിലെ 6ഓടെയായിരുന്നു അപകടം. ലോകകപ്പിന് വരവേൽപ്പ് നൽകിക്കൊണ്ട് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആവേശകരമായ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ മൈതാനത്ത് നടന്ന മത്സരം വിദ്യാർത്ഥികളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും PTA പ്രതിനിധികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ലോകകപ്പിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. PTA പ്രസിഡന്റ് TO ജോൺ കിക്ക് ഓഫ് നിർവഹിച്ച മത്സരം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും ജില്ലാ സ്പോർട്സ് ഫുട്ബോൾ ടീം ഗോൾ കീപ്പറുമായ KR റിച്ചാർഡ് സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ടോബി തോമസ് പ്രസംഗിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനിടയിൽ നിന്ന് ഹൃദയം തൊടുന്ന ഒരു വേറിട്ട കാഴ്ച. കുറവുകളെ നിറവുകളാക്കി മാറ്റാം എന്ന മനോഹരമായ സന്ദേശവുമായി പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയാവുകയാണ്. കാഴ്ച പരിമിതിയുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട ഭിന്നശേഷി അധ്യാപകൻ അഖിൽ കുമാറിനെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ്
ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ലോകകപ്പ് ഫുട്ബോൾ ആഘോഷം സംഘടിപ്പിച്ചത്. ലോകമെങ്ങും പന്തുകളിയുടെ ലഹരിയിൽ മുഴുകുമ്പോൾ മത്സരങ്ങൾക്കപ്പുറം സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശം പകരുകയാണ് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിൽ സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ കാഴ്ചപരിമിതിയുള്ള അധ്യാപകൻ അഖിൽകുമാർ പന്ത് തട്ടാനെത്തിയപ്പോൾ അത് കേവലം ഒരു മത്സരമായിരുന്നില്ല, മറിച്ച് ഉൾക്കൊള്ളലിന്റെയും വലിയൊരു മാതൃകയുടെയും വേദി കൂടിയായി മാറി. സഹപ്രവർത്തകരും പ്രിയ ശിഷ്യരും വലിയ ആവേശത്തോടെയാണ് അധ്യാപകൻ അഖിൽകുമാറിനെ പെനാൽറ്റി ബോക്സിലേക്ക് സ്വാഗതം ചെയ്തത്. ശാരീരികമായ പരിമിതികളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ഷൂട്ടൌട്ടിൽ പങ്കെടുത്തപ്പോൾ മൈതാനം ഒന്നടങ്കം കയ്യടികളോടെയും ഹർഷാരവത്തോടെയുമാണ് ആ നിമിഷത്തെ വരവേറ്റത്. പരിമിതികൾ ഒന്നിനും ഒരു തടസ്സമല്ലെന്നും ശരിയായ പിന്തുണ നൽകിയാൽ ഏതൊരു കുറവിനെയും നിറവാക്കി മാറ്റാൻ സമൂഹത്തിന് സാധിക്കുമെന്നും ഈ കളിയിലൂടെ ഇവിടുത്തെ അധ്യാപകരും ശിഷ്യരും തെളിയിച്ചു. ഫുട്ബോൾ എന്ന വികാരം മനുഷ്യരെ എങ്ങനെ ഒന്നിപ്പിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച കൂടിയായി മാറി പുതുക്കാട് സെന്റ് ആന്റണീസ് സ്കൂളിലെ ഈ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം. ഫിഫ 2026 ബന്ധപ്പെട്ട ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൂഫാൻ ഗോൾ മത്സരം സംഘടിപ്പിച്ചു. ഫിഫ 2026 ബന്ധപ്പെട്ട ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൂഫാൻ ഗോൾ മത്സരം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരെ ഒരു ഗോൾ എന്ന സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ശ്രീഷ്മ സലീഷ്, പ്രിൻസിപ്പൽ MK പ്രീതി, CS രാധിക, VC ഓമന എന്നിവർ സന്നിഹിതരായി. എല്ലാ കുട്ടികളും ഓരോ ഗോളടിച്ച് ഇനി ബിസിനസ് ന്യൂസ്. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോയുടെ തൃശൂർ ഹൈപ്പർ മാർക്കറ്റിൽ വെടിക്കെട്ട് ഓഫർ. നിത്യോപയോഗ സാധനങ്ങൾ വൻ വിലക്കുറവിലാണ് ഇവിടെ ലഭ്യമാവുക. തൃശൂരിലെ അതിശയിപ്പിക്കുന്ന വെടിക്കെട്ട് ഓഫർ ഒരുക്കിയിരിക്കുകയാണ് പുഴക്കലിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ജൂൺ 14 വരെ നടക്കുന്ന ഓഫർ മേള ഇതിനോടകം തന്നെ ജനപ്രിയമായി. 29,999 രൂപയ്ക്ക് TCL P7K 43 ഇഞ്ച് QLED 4K Ultra HD ഗൂഗിൾ TV സ്വന്തമാക്കാം. 279 രൂപയ്ക്ക് ഡബിൾ ഹോസ് വൈറ്റ് പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പം മീഡിയപ്പം റൈസ് ഫ്ലോർ 5 kg. 319 രൂപയ്ക്ക് മിൽമ നെയ്യ് 500 ml. 219 രൂപയ്ക്ക് 515 വൈറ്റ് ഷുഗർ 5 kg. 189 രൂപയ്ക്ക് സ്വർണ്ണ വെളിച്ചെണ്ണ പൗച്ച് 900 ml. 969 രൂപയ്ക്ക് 515 ജയ റൈസ് 26 kg. 79 രൂപയ്ക്ക് മിക്സഡ് നട്ട്സ് പ്ലെയിൻ 100 ഗ്രാം. 359 രൂപയ്ക്ക് ഉജാല ഡിറ്റർജന്റ് പൗഡർ 4+1 kg. 739 രൂപയ്ക്ക് ഏരിയൽ ലിക്വിഡ് പൗഡർ ജെൽ പൗച്ച് 6 kg. 799 രൂപയ്ക്ക് ഏരിയൽ ലിക്വിഡ് പൗഡർ ജെൽ പൗച്ച് FL kg. 799 രൂപയ്ക്ക് സെറ്റഫിൽ ജെന്റിൽ സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ക്ലൻസർ 236 ml. 149 രൂപയ്ക്ക് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് റെഗുലർ 200 ഗ്രാം പ്ലസ് 100 ഗ്രാം. 1199 രൂപയ്ക്ക് ടഫെക്സ് ഹോംസ് ട്രൈ പാൻ എസെൻഷ്യൽ SS കുക്ക്വെയർ 2 പീസ് സെറ്റ്. 499 രൂപയ്ക്ക് മെൻസ് വിമൻസ് സ്പോർട്സ് ഷൂസ് അസിസ്റ്റഡ്. 249 രൂപയ്ക്ക് ബോയ്സ് പൈജാമ സെറ്റ്. 199 രൂപയ്ക്ക് വിമൻസ് ഹോബോ ബാഗ് അസോർട്ടഡ്. 259 രൂപയ്ക്ക് പേരിന ഡബിൾ ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കേസ് അസോർട്ടഡ്. 199 രൂപയ്ക്ക് റീചാർജബിൾ സ്റ്റെൻഡ് കാർ അസോർട്ടഡ്. 15 രൂപയ്ക്ക് ഒനിയൻ പർച്ചേസ്. 99 രൂപയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് പെർ കിലോ. 339 രൂപയ്ക്ക് ബീഫ് ബോൺലെസ് പെർ കിലോ. 199 രൂപയ്ക്ക് നെസ്റ്റോ ചോക്ലേറ്റ് കേക്ക് സ്മോൾ. 269 രൂപയ്ക്ക് മിനി ബ്രോസ്റ്റഡ് ചിക്കൻ 8 പീസ് കോംബോ സ്പൈസി. കൂടാതെ ജൂൺ 21 വരെ നീണ്ടുനിൽക്കുന്ന പലചരക്ക് മേള ഓരോ കിലോയിലും കൂടുതൽ ലാഭം നേടാം. 499 രൂപയ്ക്ക് ലൂസ് ടാപ്ലസിൽ നിന്ന് പർച്ചേസിംഗ് ചെയ്താൽ നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 2ാം സമ്മാനം ഗോൾഡ് കോയിൻ. 969 രൂപയ്ക്ക് 515 ജയ റൈസ് 26 kg. 979 രൂപയ്ക്ക് കുർവ റൈസ് A1 26 kg. 199 രൂപയ്ക്ക് വെളിച്ചെണ്ണ 900 ml. 155 രൂപയ്ക്ക് ബുർമന്തൻ കൈമ 1 kg. 99 രൂപയ്ക്ക് ജോക്കർ കോല 1.5 kg. 52 രൂപയ്ക്ക്
ഉണ്ടമട്ട 1 kg, 99 രൂപയ്ക്ക് ലൂസ് മൈദ 2.5 kg, 99 രൂപയ്ക്ക് ബസ്മതി റൈസ് 1 kg. ഫാഷൻ വസ്ത്രങ്ങൾക്ക് 50% വരെ ഓഫറും ഉണ്ട്. നെസ്റ്റോ തൃശൂരിന്റെ കൂടുതൽ വെടിക്കെട്ട് ഓഫറുകൾ അറിയാൻ ഇന്ന് തന്നെ സന്ദർശിക്കുക. നമ്മൾ തൃശ്ശൂർ നെസ്റ്റോയിൽ നമ്മൾ എല്ലാ സമയത്തും കൊടുക്കുന്ന രീതിയിൽ നല്ലൊരു ഓഫറാണ് ഈ തവണയും കൊടുക്കുന്നത്. വ്യത്യസ്തമായിട്ട് നമ്മൾ തൃശ്ശൂർ വെടിക്കെട്ട് എന്ന് പറയുന്ന നല്ലൊരു കിഡിലെ ഓഫറാണ് ഈ തവണ പ്ലാൻ ചെയ്യുന്നത്. ഇത് ഞായറാഴ്ച വരെ ഈ ഒരു ഓഫർ ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആവട്ടെ, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആവട്ടെ, ഇലക്ട്രോണിക്സ് ആവട്ടെ, അതുപോലെ ഫാഷൻ ആവട്ടെ, ഇങ്ങനെ എല്ലാ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഈ വ്യത്യസ്തമായ ഒരു ഓഫർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ റൈസ് ആൻഡ് ദാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പലചരക്ക് മേല എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓഫർ 21 തീയതി വരെ നടക്കുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലക്കി ഡ്രോ, അതായത് 499 ഷോപ്പിംഗ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറും നറുക്കെടുപ്പ് കൂടെ വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ഗോൾഡ് കോയിൻ വിന്നാവുന്ന ഒരു അവസരം കൂടി നമ്മൾ കസ്റ്റമർക്ക് പ്രത്യേകിച്ചിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ 399 ഷോപ്പിംഗ് ചെയ്ത കസ്റ്റമർക്ക് 1 കിലോ അണിയന് 15 രൂപ കൊടുക്കാനുള്ള ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങൾ നമ്മൾ കസ്റ്റമർക്ക് ഇവിടെ നിലവിൽ അറേഞ്ച്മെൻറ്റും കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉപഭോക്താക്കളെ നമ്മൾ ഈ ഒരു തൃശ്ശൂർ നെസ്റ്റോയിലേക്ക് ആദരമായി സ്വാഗതിക്കുന്നു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാനോളം 2026 എന്ന പേരിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, കൊടകര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TS അഭിലാഷ്, മിനി ദാസൻ, PTA പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ, പ്രധാന അധ്യാപകൻ KK താജുദ്ദീൻ, പ്രിൻസിപ്പൽ M സുധീർ, കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജിഷ മാത്യു, GLP സ്കൂൾ പ്രധാന അധ്യാപിക MK ഡൈനി എന്നിവർ സംസാരിച്ചു. ഒന്നാം ഗ്രേഡ് നേടാനായിട്ട് നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളും ദർശന തിരുനാളും ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിനത്തിൽ രാവിലെ 6 വിശുദ്ധ കുർബാന, തുടർന്ന് രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടക്കും. മുളയം മേരിമാത മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ ആൻഡോ പാണയങ്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് നേർച്ച ഭക്ഷണം, വെഞ്ചരിപ്പ് വിതരണം എന്നിവയും ഉണ്ടായിരിക്കും. പുതുക്കാട് മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ അല്ലെങ്കിൽ A1 നേടി വിജയിച്ച പ്രതിഭകളെ പുതുക്കാട് MLA പ്രതിഭാ പുരസ്കാരം നൽകി അനുമോദിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇനി കാണാം ഇൻഫോ ടോക്ക്. ലോകത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളിലും ഇന്ന് കരൾ രോഗങ്ങളുണ്ട്. അമിത മദ്യപാനം, അണുബാധ ഉൾപ്പെടെയുള്ള പല ഘടകങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളെ കരൾ രോഗികളാക്കാം. റിപ്പോർട്ടിലേക്ക്. ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ലിവർ ഡിസീസ്, സിറോസിസ്, ലിവർ ക്യാൻസർ തുടങ്ങിയ ഗുരുതര രോഗാവസ്ഥകൾ പലപ്പോഴും വൈകിയാണ് തിരിച്ചറിയുന്നതെന്നതിനാൽ ചികിത്സയും വെല്ലുവിളിയാകാറുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നത് രോഗാവസ്ഥ നിയന്ത്രിക്കാനും തടയാനും സഹായിക്കും. കരൾ രോഗത്തെ നേരത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ലക്ഷണം വിശപ്പില്ലായ്മയാണ്. ലഘുഭക്ഷണം കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വയറു നിറഞ്ഞ തോന്നലുണ്ടാവും. മാത്രമല്ല, കരൾ രോഗബാധിതരിൽ ഛർദിയും മനംപുരട്ടലും അനുഭവപ്പെടാം. ചർമ്മത്തിലും കണ്ണിലും മഞ്ഞ നിറം കാണപ്പെടുന്നത് കരൾ രോഗങ്ങളുടെ സൂചനയായിരിക്കും. സൂര്യപ്രകാശത്തിൽ കണ്ണ് നോക്കിയാൽ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും. ഭക്ഷണക്രമത്തിൽ മാറ്റമൊന്നും വരുത്തിയില്ലെങ്കിലും വയറിന്റെ വലുപ്പത്തിൽ വളരെ പെട്ടെന്ന് വർധനവുണ്ടായാൽ അതിനു പിന്നിൽ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വയറിന്റെ മുകളിൽ വലതുഭാഗത്താണ് കരൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അവഗണിക്കരുത്. കൂടാതെ തളർച്ചയും ക്ഷീണവും കൂടുതലായിരിക്കും. ഇത് പകൽ സമയങ്ങളിൽ അമിതമായി ഉറങ്ങാനുള്ള പ്രേരണ ഉണ്ടാക്കും. സമ്മർദ്ദം മൂലം കരളിൽ വെള്ളം കെട്ടിക്കിടന്ന് ഉദരവീക്കം ഉണ്ടാവുകയും ചെയ്യും. കരളിന്റെ വലിപ്പം കൂടുന്നത് കരൾ രോഗത്തിനുള്ള ലക്ഷണമാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിലവിൽ ഒഴിവുള്ള ബസ് ഡ്രൈവർ, ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. PSC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ജൂൺ 18 കോളേജിൽ അഭിമുഖം നടത്തും.
താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ രാവിലെ 10-നകം പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും സഹിതം പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. 56 വയസ്സാണ് പ്രായപരിധി. ഫോൺ 0487233444. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലും ഷിഗല്ല. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. ദേശീയപാതയോരത്ത് വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. ദുർഗന്ധത്താൽ വലഞ്ഞ പ്രദേശവാസികൾ. NCTV ഇമ്പാക്ട്. നന്ദിപുലം സെന്ററിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരം ഒടുവിൽ നീക്കം ചെയ്തു. കല്ലൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.